ഇട്ടുപേട്ടോ ആരാണ് ചോദിച്ചേ? ഞാനാ മാഷ. ഏത് മാഷ്? പീതാംബരം മാഷ്. കർഷക വൻമതി, ചൈനയുടെ വൻമതിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ കർഷകന്റെ വൻമതില്? സിമെന്റിനും മണലിനൊക്കെ ഇമാതിരി വില കൂടിയിരിക്കുന്ന സമയത്താ കർഷകന് വൻമതിൽ കെട്ടാൻ പോണതേ. ഈ കർഷകർക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങക്ക് വേറെ ഒരു പണിയില്ലേ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ കാലത്ത് തന്നെ പത്രം വായിക്കാനും സമ്മതിക്കൂല. നശൂലം. ഈ മനുഷ്യനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല, നേരെ ആക്കിയേ പറ്റുള്ളൂ. ഇക്ക എണ്ണമ്മ വരപ്പിക്കണം. ഒരു പണിയെടുക്കാണ്ട് നടക്ക ജനസേവകൻ എന്നും പറഞ്ഞിട്ട്. ഓ, നോക്കണം നോട്ടം കണ്ടില്ലേ? എന്നെ തറ പറ്റിക്കാൻ എന്തോ കുതന്ത്രങ്ങളും മെനയാവള്. ഇതിനെ പിടിച്ചു വല്ല പിച്ചക്കാർക്കും കൊടുത്താലോ? എന്താ ആലോചിക്കണ കുരിപ്പ്. വാക്സിൻ കാത്തിരിപ്പ് നീളില്ലെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ കാത്തിരിപ്പേ ഇവിടെ ഓക്സിജൻ കിട്ടാണ്ടായിട്ട് വർഷം 2 വാക്സിൻ വരുമ്പോഴേക്കും നമ്മുടെ ഓക്സിജൻ ഒക്കെ പോയിട്ടുണ്ടാവും. ഈ രീതി പോയ നിങ്ങളുടെ ഓക്സിജൻ ഞാനായിട്ട് കളയേണ്ടി വരും. അയ്യാ, ഇങ്ങനെ വല്ല പരീക്ഷ ഉണ്ടോ? ഇനി എന്തിട്ടൊക്കെ എഴുതിയേക്കണേ? വാർത്തകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വായിക്ക്. വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യ ഭർത്താവിനെ മുട്ടിക്ക് തലക്കിടിച്ചു കൊന്നു. അത് കൊള്ളാം. ഈശ്വര, നോക്കണ്ട. ഗതിമുട്ടി ഏത് ഭാര്യയും ഭർത്താവിനെ മുട്ടിക്കിടിച്ച് കൊല്ലും. അതെന്ത് നീ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറയാതിരിക്കും? നിങ്ങളുടെ കയ്യിലിരിപ്പ് അതല്ലേ. മനസ്സിലായില്ല. നിങ്ങക്ക് എന്തെങ്കിലും ഉത്തരവാദിത്ത ബോധം ഉണ്ടോ മനുഷ്യനെ? രാവിലെ പത്രം വായന, അത് കഴിഞ്ഞ് ഊരുചുറ്റല്, അത് കഴിഞ്ഞ് ഉച്ചയൂണ്, അത് കഴിഞ്ഞ പകലുറക്കം, അത് കഴിഞ്ഞ് പിന്നെ ഊരുചുറ്റല്, പിന്നെ രാത്രി ഭക്ഷണം, പിന്നെ ഉറക്കം. ഇതല്ലാതെ നിങ്ങക്ക് വേറെ വല്ല പണിയുണ്ടോ? ഇതെന്നെ പണി. നീ എന്തിനെങ്ങനെ നാവിട്ടടിക്കണേ? ഞാൻ എങ്ങനെ നാവിട്ടടിക്കാതിരിക്കും? നിങ്ങൾക്ക് ഈ കുടുംബത്തെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? കുടുംബം നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ നടക്കാൻ. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ട് കാലത്ത് തന്നെ കലമെല്ലാം കൂട്ടരുതെന്ന്. ഞാനെന്താ ചെയ്യണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത്. മനുഷ്യനെ ചുറ്റിക്കാൻ കാലത്ത് തന്നെ പത്രം വായിക്കാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നെ കാഴ്ചടി. ഇയാൾ എനിക്ക് പണി ഉണ്ടാക്കുന്ന തോന്നണേ. ഇങ്ങോട്ട് വാ. കൊല്ലിയാൻ. ദേ, നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയാലോ. മാറിയൻ, നിനക്ക് ഞാൻ വെച്ചോണ്ടടി. എങ്ങോട്ടാണോ എഴുന്നള്ളത്? കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. മത്തക്കണ്ണി പെട്ടോണ്ടാവോ പണ്ടാറോ? ഇവിടെ നിന്നാ നിന്നെ ഞാൻ പൊലണ്ടി വരും. മരപ്പെട്ടി തലിച്ച് നിനക്ക് ഞാൻ വെച്ചോണ്ടടി. പനമേന്ന് രക്ഷ അറിയോടെ നിക്കണ കാലത്തന്നെ.